നമസ്കാരം. ഇന്ത്യ അടുത്ത് കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ ഇനി വരാൻ പോകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യ ഭരിക്കുന്ന BJPക്ക് അതിനിർണായകമാണ് ബീഹാർ. 2026 രാജ്യസഭയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഒഴിവുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കും നിർണായകമാണ് ബീഹാറിലെ ഫലം. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും നിർണായക സ്വാധീനം ചെലുത്തുന്ന സംസ്ഥാനമാണ് ബീഹാർ. മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അടുത്തിടെ നടന്ന അഭിപ്രായ വോട്ടെടുപ്പ് സർവേകൾ ബീഹാറിലെ രാഷ്ട്രീയ കളിയുടെ ചിത്രം മാറ്റിമറിച്ചിരിക്കുകയാണ്. ടൈംസ് നൗ അഭിപ്രായ വോട്ടെടുപ്പ് സർവേ പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന ചില ഉത്തരങ്ങളാണ്. ടൈംസ് നൗവും JVCയും നടത്തിയ സർവേ പ്രകാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രവചിക്കുന്നു. ഈ പ്രവചനം പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് രണ്ട് ചോദ്യങ്ങൾക്കാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പോലുള്ള പ്രചാരണങ്ങൾ എന്തുകൊണ്ടാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ പരാജയപ്പെടുന്നത്? രണ്ട്, തേജസ്വി യാദവിന്റെ RJDക്ക് എന്തുകൊണ്ട് തിരിച്ചടി നേരിടുന്നു? 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ബീഹാർ ഭരിക്കും എന്ന ചോദ്യത്തിന് BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് സർവേയിൽ പ്രവചിക്കുന്നത്. ടൈംസ് നൗവിന്റെ പ്രവചനം അനുസരിച്ച് 243 അംഗ ബീഹാർ നിയമസഭയിൽ 136 സീറ്റുകൾ വരെ നേടി NDA കേവല ഭൂരിപക്ഷം ഉറപ്പിക്കും. ഇത് ഭൂരിപക്ഷത്തിന് വേണ്ട 122 സീറ്റുകളേക്കാൾ വളരെ കൂടുതലാണ്. ഈ വിജയം NDA സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. എന്നാൽ പാർട്ടികളുടെ പ്രകടനത്തിൽ ചില ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നു. BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ വർദ്ധിച്ച് 81 സീറ്റുകൾ വരെ ലഭിക്കുമ്പോൾ നിതീഷ് കുമാറിന്റെ JDUവിന് വലിയ തിരിച്ചടിയാണ് പ്രവചിക്കുന്നത്. അവരുടെ സീറ്റുകൾ 49 നിന്ന് 29 കുറയുമെന്നാണ് പ്രവചനം. മറുവശത്ത് ലാലു പ്രസാദ് യാദവിന്റെ RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ എന്നിവരടങ്ങിയ മഹാഗഠബന്ധൻ സഖ്യത്തിന് 75 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്ന് സർവേ പറയുന്നു. ഇതവർക്ക് വലിയ നിരാശ നൽകുന്ന ഒരു ഫലമായിരിക്കും. പ്രശാന്ത് കിഷോറിന്റെ സ്വന്തം പാർട്ടിക്കും 2 സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സർവേ പറയുന്നു. ഈ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി, വോട്ടധികാർ യാത്ര തുടങ്ങിയ പ്രചാരണങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം വ്യാജ വോട്ടുകൾ കണ്ടെത്തിയതിനെതിരായിട്ടാണ് രാഹുൽ ഈ യാത്രകൾ നടത്തിയത്. എന്നിട്ട് വോട്ടർമാരെ ഇത് സ്വാധീനിച്ചില്ലെങ്കിൽ അത് കോൺഗ്രസിനും മഹാഗഠബന്ധനും ഒരുപോലെ തിരിച്ചടിയാണ്. വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുകൂലമായ നിലപാടാണ് ഉണ്ടാകുന്നതെന്നും ഇത് രാഹുൽ ഗാന്ധിയുടെ വാദങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറുന്നുവെന്നും ബീഹാറിലെ ജനങ്ങൾ കരുതുന്നുവെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. ബീഹാറിലെ വോട്ടർമാർ ദേശീയ രാഷ്ട്രീയത്തെക്കാൾ പ്രാദേശിക വിഷയങ്ങൾക്കും ഭരണ തുടർച്ചയ്ക്കും മുൻഗണന നൽകുന്നുണ്ടോ എന്നും ഈ ഫലങ്ങൾ സംശയമുയർത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ടൈംസ് നൗ സർവേ അനുസരിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം വൻ വിജയം നേടുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി, വോട്ടധികാർ യാത്ര തുടങ്ങിയ പ്രചാരണങ്ങൾക്ക് വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിച്ചിട്ടില്ല. സർവേ പ്രവചിക്കുന്നത് BJPയുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ JDUവിന്റെ സീറ്റുകൾ കുറയുമെന്നാണ്. അതേസമയം കോൺഗ്രസ്, RJD തുടങ്ങിയ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന് ഭൂരിപക്ഷം നേടാൻ കഴിയില്ലെന്നും സർവേ പറയുന്നു. ഈ ഫലം സൂചിപ്പിക്കുന്നത് വോട്ടർമാർ രാഷ്ട്രീയ തുടർച്ചയ്ക്ക് മുൻഗണന നൽകുന്നു എന്നാണ്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.